എന്റെ വണ്ടിയിൽ നിന്ന് കാര്യം ഞാൻ കണ്ടതാ. 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പെൺകുട്ടി. ആലോചിച്ചോ, നമ്മളെ വീട്ടിലാണെങ്കിലോ ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, വെല്ലുമിയുണ്ട്, ഉമ്മിയുണ്ട്. അറിയോ, എന്റെ വണ്ടി ഞാനാ തറവാട്ട് കൊണ്ടാക്കി കുരിപ്പുറത്ത്. അപ്പൊ അച്ഛങ്ങൾ കഴിഞ്ഞാൽ സാറും ചേട്ടാന്ന് പറയും. ഞാൻ എന്താ പറഞ്ഞു അവരോട്? ഇപ്പൊ മരിച്ചുപോയി സാറും ചേട്ടാന്നോ പറയാൻ പറ്റുമോ? നിങ്ങൾ ഇതിനെ കുറിച്ച് അറസ്റ്റ് ചെയ്യാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പറയാനുള്ളൂ പറയും. ഞങ്ങളും മനുഷ്യന്മാരാണ്. ഓരോ ബാക്കി ഞങ്ങൾ ബാക്കിയാണ്, നിങ്ങളും ബാക്കിയാണ്. പട്ടിന് കിടക്കണേ 500 രൂപ ആണ് സാറേ. പട്ടിന് കിടക്കണേ 500 രൂപ. നമുക്ക് പിന്നെ അവർ 10 രൂപ വാങ്ങാൻ നിയമം കൊണ്ടുവന്നത്. അങ്ങനെയൊക്കെ ആയാലും കൈവെക്കാതെ അവകാശം കൊടുത്തത്. പക്ഷെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയല സാറാ, ഇതിന്റെ കേസ് എങ്ങനെയാ പോകുന്നത് നോക്കിയിട്ട് മുതലാളിത്ത വകുപ്പിക്കാണ് പോകുന്നുണ്ടെങ്കിൽ കൈയാഴ്ച മറിച്ചില്ല. സാറൊക്കെ തടുക്കും. പക്ഷെ ബസ്സിന് ഇതിന്റെ മോളിൽ നിങ്ങൾക്ക് വരെ പ്രതികരിക്കാൻ പറ്റൂല. മുതലാളിത്താണത്. 8ാം ക്ലാസ് പഠിക്കാൻ നിങ്ങൾക്ക് സ്ഥലം മാറ്റം കിട്ടും മോളെ. പക്ഷെ നിങ്ങൾക്ക് ഞങ്ങളെ അംഗീകാരം ഞങ്ങൾ പാവപ്പെട്ടവർ. 8ാം ക്ലാസ് പഠിക്കാൻ ഡ്രൈവർമാർ ചെയ്യുന്ന വണ്ടിയിൽ നിന്ന് കാര്യം ഞാനേ കണ്ടിട്ടുള്ളൂ. അറിയോ, ഞാനാ കൊണ്ടാക്കി വിളിച്ചിട്ടാ പോയത്. 8ാം ക്ലാസ് പഠിക്കാൻ പോണേ എന്റെ വണ്ടിയിൽ നിന്ന് കാര്യം ഞാൻ കണ്ടതാ. ഞാൻ എന്തോ പറയാം സാറും കേട്ടോ. എന്താ പറഞ്ഞത്? ഇപ്പൊ മരിച്ചു സാറും കേട്ടോ. പ്രതിഷേധ പ്രകടനം നടത്തുന്നത് ഇത് എന്താണ്? തടയണം പോലെ പറ്റില്ല. ഇപ്പൊ തിരിഞ്ഞാ പോരാ. ലൈനിലേക്ക് പ്രകടനം എല്ലാവരും കൂടി സാറേ ഉണ്ട്. അല്ലാതെ നമ്മൾ പറയുന്നില്ലല്ലോ. ഞാൻ എന്റെ വണ്ടിയിൽ നിന്ന് കാര്യം ഞാൻ കണ്ടതാ. 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പെൺകുട്ടി. ആലോചിച്ചോ, നമ്മളെ വീട്ടിലാണെങ്കിലോ ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, വെല്ലുമിയുണ്ട്, ഉമ്മിയുണ്ട്. അറിയോ, എന്റെ വണ്ടി ഞാനാ തറവാട്ട് കൊണ്ടാക്കി കുരിപ്പുറത്ത്. അപ്പൊ അച്ഛങ്ങൾ കഴിഞ്ഞാൽ സാറും ചേട്ടാന്ന് പറയും. ഞാൻ എന്താ പറഞ്ഞു അവരോട്? ഇപ്പൊ മരിച്ചുപോയി സാറും ചേട്ടാന്നോ പറയാൻ പറ്റുമോ? നിങ്ങൾ ഇതിനെ കുറിച്ച് അറസ്റ്റ് ചെയ്യാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പറയാനുള്ളൂ പറയും. ഞങ്ങളും മനുഷ്യന്മാരാണ്. ഓരോ ബാക്കി ഞങ്ങൾ ബാക്കിയാണ്, നിങ്ങളും ബാക്കിയാണ്. മനുഷ്യന്മാരാണ്.